ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു 4 മണി പലഹാരമാണ് ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ പോകുന്നത്. അതിന് രണ്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഒരു 1/4 ഗ്ലാസ് റവ, പിന്നെ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. അതിന് ശേഷം നെയ്യ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് നോക്കി നോക്കാം. ഒരു പാത്രത്തിൽ ഞാനിത് ശർക്കര ഉരുക്കാൻ വയ്ക്കണം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉരുക്കാൻ വയ്ക്കണം ഞാൻ. ഇത് ശർക്കര ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. നെയ്യ് ചേർത്തതിന് ശേഷം ഇത് നന്നായി ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് വറുത്തെടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഈ അണ്ടിപ്പരിപ്പൊന്ന് ചേർത്തി ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കത് വറുക്കാട്ടെ. അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ട് കോരിയെടുക്കാം. അതിനുശേഷം ഇത് മുന്തിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. മുന്തിരി സെറ്റായിട്ട് അപ്പോൾ അത് കോരി നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. പഴം ഒന്ന് നമുക്ക് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം തന്നെ നമുക്ക് ഈ നെയ്യിൽ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പഴം നന്നായിട്ടൊന്ന് പഴം ഒന്ന് നെയ്യിൽ കിടന്നിട്ടൊന്ന് കുഴഞ്ഞ് വരണം. പഴം നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടാ. അതിന് ശേഷം ഞാനിത് നമ്മുടെ ഈ ശർക്കര നീര് അതിലേക്ക് ചേർത്തി കൊടുക്കണം. നന്നായിട്ട് ചേർത്ത് ഈ പഴം അതിലേക്കൊന്ന് മിക്സായിട്ട് വരട്ടേട്ടാ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പഴം അതിലൊന്ന് കിടന്ന് ഒന്നും കൂടി ഒന്ന് വേവട്ടേട്ടാ. ഇതിൽ 1/4 ഗ്ലാസ് റവ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ അരിപ്പൊടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇലയിൽ പരത്താൻ ഇങ്ങനെ പാകത്തിന് ഇതൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം കേട്ടോ. പഴം പൊടി മൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എനിക്കിത് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തേനോ ഈ ഇത് ഏലക്കായി പൊടിച്ച് വെച്ചാണ് അതൊന്ന് വെതറി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ട് വറുത്ത് വെച്ചത്, അതും ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. നന്നായിട്ട് നമുക്ക് ഈ മാവ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇതേ റെഡി ആയിട്ടിട്ട് കണ്ട അടിപൊളിയായിട്ട് ഇതേ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പഴം അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം ഈ ശർക്കര നീരിൽ ജോയിൻ്റായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് ജോയിൻ്റായി കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു ഇലയിൽ പരത്തി കൊടുക്കാം. ഇതാ നമ്മുടെ ഇല ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മാവ് എടുത്തിട്ട് ഇതേ പരത്തി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതേ പരത്തിയതിന് ശേഷത്തെ മടക്കി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്.
ഈ മാവ് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നാളികേരം ചെരുക്കി ഇടണവർക്ക് ചേർക്കാട്ടോ. നാളികേരം ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞങ്ങളിതിൽ നാളികേരം ചേർത്തിട്ടില്ലാണല്ലോ. ഇതപ്പോൾ ഇലയിൽ ഞാനിങ്ങനെ പരത്തിയിട്ടുണ്ട്. അത് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. വേണ്ട ഓരോന്നും വെച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കാം. അടിപൊളി ഒരു 4 മണി പലഹാരമാണത്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാം. ഇതപ്പം നമ്മളിത് ആവിയിൽ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തേനോ. അപ്പോൾ അടച്ച് വേവിച്ച് കൊടുക്കാം നമുക്ക്. ഇതാ നമ്മുടെ ആവിയിൽ പുഴുങ്ങിയത് കണ്ട ഈ പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഇതാ നമ്മുടെ അപ്പോൾ പലഹാരം ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ട. അപ്പം ഞാൻ അത് ഇലയിൽ നിന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് കണ്ട കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. 4 മണി സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എന്നും വേണം. ഓക്കെ, ബൈ.